ഇതാണ് ദച്ചു പഠിക്കുന്ന സ്കൂൾ, ഹരിശ്രീ വിദ്യാനിധി സ്കൂൾ പൂങ്കുന്നം. ഇന്നിവിടെ അവൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കുള്ള ബുക്സ് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ആദ്യം നമ്മൾ നോട്ട് ബുക്സ് വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ ഹൻഷിൻ്റെ സെക്കൻഡ് സ്റ്റാൻഡേർഡത്തെ ക്ലാസ് ടീച്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയും ദച്ചും കൂടി ബുക്സ് വാങ്ങിച്ച ടീച്ചറെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നല്ല പരിചയമുള്ളൊരു മുഖം കണ്ടു. എവിടെ വെച്ചാൽ പരിചയം എന്ന് ആലോചിച്ച് വരുമ്പോഴേക്കും ആ കുട്ടി പോവുകയും ചെയ്തു. പിന്നെയാണ് മനസ്സിലായത് എൻ്റെ പഴയ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ സ്പോർട്സ് യൂണിഫോം വാങ്ങിക്കാനായിട്ട് ഇതൊക്കെ ഇവിടുത്തെ സ്റ്റുഡൻസ് വരച്ചേക്കുന്ന പിക്ചേഴ്സാണ്. ഇത് ഈ സ്കൂളിലെ പല സൈഡിലും കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സ്പോർട്സിൻ്റെ യൂണിഫോമും കിട്ടി. 4 കളേഴ്സ് ഉണ്ട്. അതിൽ ബ്ലൂ കളറാണ് ദച്ചുവിന് കിട്ടിയേക്കുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ ഷൂസ് വാങ്ങിക്കാനായിട്ട് പോയി. ഇവിടെ കുറച്ച് അധികം ആൾക്കാരുള്ളതുകൊണ്ട് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും ദച്ചുവിൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ക്യൂവിൽ വന്നു. അപ്പോഴേക്കും നല്ലൊരു മഴയും പെയ്തു. അങ്ങനെ ഷൂസും കിട്ടി. ഇതാണ് ദച്ചുവിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡത്തെ ക്ലാസ്. ഇപ്പോൾ അത് 3rd സ്റ്റാൻഡേർഡാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ദച്ചുവിൻ്റെ കുറേ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഞാൻ പലതവണ വന്നിട്ടുണ്ടെങ്കിലും സ്കൂൾ ചുറ്റി കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രാവശ്യം ഇവിടെ എല്ലായിടത്തും നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴയായതുകൊണ്ട് മഴ ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഷൂസും ബുക്സും യൂണിഫോമും ഒക്കെ. അപ്പോഴേക്കും ദച്ചുവിൻ്റെ വേറൊരു ഫ്രണ്ട് വന്നു. പിന്നീട് അങ്ങോട്ട് അവർ ഒരുമിച്ച് കളിക്കുകയായിരുന്നു. മഴയും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവൾ ഓടിയൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്ന ഓട്ടം ദച്ചുവിൻ്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡത്തെ ടീച്ചറെ കണ്ടു. ആ ടീച്ചറെ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അവ ഓടുന്നത്. ഇതാണ് ദച്ചുവിൻ്റെ പുതിയ ക്ലാസ്. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഇനി മൺഡേ തൊട്ട് ദച്ചുവിന് സ്കൂളിൽ വരണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.